അപ്പം CJP ലക്ഷ്യം ഇതാണല്ലേ? പ്ലക്കാർഡ് പൊന്തിക്കാൻ തുടങ്ങി. എന്തിനാ പ്ലക്കാർഡിൽ എഴുതിയത്? ഉമർ ഖാലിദിനെ വെറുതെ വിടുക. എന്തെന്നാ പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത്? ഉമർ ഖാലിദിനെ വെറുതെ വിടുക. ആരാ ഉമർ ഖാലിദ്? ഡൽഹി കലാപ കേസിലെ തീവ്രവാദിനെ വെറുതെ വിടാൻ ഇവറ്റകളുടെ ഐഡിയ കൊള്ളാമല്ലേ? നീറ്റ് പരീക്ഷയുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആദ്യം സമരം തുടങ്ങി, പിന്നെ അത് ഉമർ ഖാലിദിലേക്ക് നീട്ടി. ഡൽഹിയിൽ കൂടിയിരിക്കുന്ന ഒന്നും വിദ്യാർത്ഥികളല്ല, എല്ലാം പാകിസ്ഥാൻ തീവ്രവാദികളാണെന്നാണ് പറയുന്നത് അല്ലേ? പറയുന്നത് ഉമർ ഖാലിദിനെ വെറുതെ വിടുക. ഉമർ ഖാലിദ് ഒരു നിരപരാധിയാണ്. ഉമർ ഖാനെ വെറുതെ വിടുക, ഉമർ ഖാനെ വെറുതെ വിടുക എന്നാണ് ഫ്ലഗ് ബോർഡിലൊക്കെ വെച്ചിരിക്കുന്നത് അല്ലേ? ഫ്ലഗ് ബോർഡ് അതിലൊക്കെ വെച്ചിരിക്കുന്നത് അതൊന്നും വിദ്യാർത്ഥികളല്ല, വിദ്യാർത്ഥികളുടെ സമരമേ അല്ല. ഉമർ ഖാനെ വെറുതെ വിടുക, പാകിസ്ഥാൻകാരനെ വെറുതെ വിടുക എന്ന് പറഞ്ഞിട്ടാണ് ഫ്ലക്കാർഡുകൾ വെച്ചിരിക്കുന്നത്. അത് നീ വല്ലാണ്ട് അങ്ങോട്ട് നീട്ടണ്ട. എന്താ ഐഡിയ? വാട്ടേൻ ഐഡിയ എന്ന് പറയണം. നാണവും മാനവും ഇല്ലാത്ത കുറെ എണ്ണം ഇവിടുന്ന് വടിവാണം വിട്ട പോലെ പോയത് മലപ്പുറത്തുനിന്നും തിരൂരിന്നൊക്കെ ഒന്ന് അന്വേഷണത്തിന് ഇവറ്റകളെയൊക്കെ നീ ഇതാക്കണം. നിനക്ക് വല്ല നാണവും മാനവും ഉണ്ടല്ലേ? ഇവിടെ വന്ന് വിദ്യാർത്ഥി സമരത്തെ അതെല്ലാം പാകിസ്ഥാൻ തീവ്രവാദികളെന്നും എന്ന് പറഞ്ഞ് വിളിക്കാൻ വേറെ നാണവും മാനവും ഇല്ലേ? ആദ്യം വല്ല നാണവും മാനവും ഒക്കെ കുറച്ചെങ്കിലും വേണം, കുറച്ച് ഉളുപ്പ്, കുറച്ച് നാണം മാനം ഇതൊക്കെ വേണം. BJP-കാരിൽ നിന്ന് കാശ് മേടിച്ച് ഇവിടെ ഒന്ന് കുറയ്ക്കുകയാണ്. തനിക്കൊന്നും നാണവും മാനവും ഇല്ലല്ലോ. ഈ വിദ്യാർത്ഥികളെ പോയിട്ട് തീവ്രവാദികളെന്ന് വിളിക്കും. തീവ്രവാദിനെ എങ്ങനെ വെറുതെ വിടാൻ പറ്റും? ഡൽഹി കലാപ കേസിലെ ഒന്നാം പ്രതിയും അതുപോലെ തന്നെ ഇവനെയൊക്കെ എങ്ങനെയാണ് വെറുതെ വിടുക? അതാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്. അതായത് മനുഷ്യരെ തമ്മിത്തലിപ്പിച്ച് ജാതി മതം കൊണ്ടുവന്ന് അവരെ തമ്മിത്തലിപ്പിക്കുന്ന ഏറ്റവും വലിയ തീവ്രവാദികൾ എന്ന് പറയുന്നതിന് നിങ്ങളെ പോലുള്ള ആളുകളാണ്. എന്നിട്ട് നിങ്ങളാണ് തീവ്രവാദികളെന്ന് ഞാൻ മറ്റുള്ളവരെ. അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് പ്ലക്കാർഡൊക്കെ CJP-യുടെ സമരത്തിന് മുൻപന്തിയില്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഇവരുടെ ലക്ഷ്യം കലാപം ഒന്ന് മാത്രമാണ്. ഈ കലാപം ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. നീ തീവ്രവാദികളൊന്നും വെറുതെ വിളരുത്. എല്ലാ തീവ്രവാദികളെയും പിടിച്ചടക്കി വെച്ചോ, അത് നിനക്ക് ഉപകാരപ്പെടും. അത് ഏറ്റവും വലിയ തീവ്രവാദികൾ ആരാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവിടെ നടത്തുന്ന വിദ്യാർത്ഥി സമരത്തെ തീവ്രവാദി എന്ന് വിളിക്കാൻ നിനക്ക് നാണമില്ലേ? ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ എല്ലാവരും തിരിച്ചറിയുകയും ചെയ്തു. നിന്റെ മറ്റവൻ രാജിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാലോ ആരാ തീവ്രവാദികൾ, അവിടെ എന്താ സമരം നടന്നതെന്ന്. വിദ്യാർത്ഥി സമരമാണോ, തീവ്രവാദി സമരമാണോ, മറ്റാളെ വെട്ടയക്കുകയാണെന്നുള്ള സമരമാണോ എന്ന് ഇപ്പം മനസ്സിലായില്ലേ? അത് തീവ്രവാദികളൊക്കെ നീ പിടിച്ചു വെച്ചോട്ടെ, ആവശ്യം വരും. തീവ്രവാദികളൊക്കെ ഇരിക്കട്ടെ അവിടെ. കാരണം ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വരുന്നത് മുസ്ലിംസിലെ ആൾക്കാരാണ്. കാരണം ഇവർക്കാണ് ആ ലക്ഷ്യം. അല്ലാതെ ഈ വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണോ? അല്ല. നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾക്കാണോ? അതുമല്ല. എനിക്ക് ഈ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ എന്താ ചൊറിച്ചിൽ വരുന്നത്? മുസ്ലിമുകൾ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്താ വല്ലാണ്ട് പൊള്ളുന്നത്? മുസ്ലിംകാർ നിന്നെ എന്തെങ്കിലും ചെയ്താൽ? മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് പൊള്ളണം. അത് മലപ്പുറത്തുനിന്നും കൊണ്ടോട്ടിന്നും കോഴിക്കോട്ടിന്നും ആ തിരൂരിൽ നിന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്താ തിരൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് പുളകം കൊള്ളുകയും ചൊറിയും ചെയ്യുന്നത്. അതിന്റെ ഗുണങ്ങൾ നിനക്ക് അറിയാമല്ലോ അല്ലേ? തിരൂരുകാരൻ്റെയും മലപ്പുറംകാരൻ്റെയും ശരിയായ ഗുണങ്ങൾ നിനക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ നീ മാറ്റി പറയുന്നില്ലേ? കാശ് മേടിച്ച് ചിലക്കാതെ ഒരു ഭാഗത്തിരുന്ന ചെറിയൊരു മക്കളെയൊക്കെ കൊണ്ടുവന്നത് ഈ മുസ്ലിംസ് ആണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സമരം, അതായത് CJP നടത്തുന്ന ഈ സമരത്തിൽ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചിട്ട് നിങ്ങളുടെ ദുർഭരണത്തിന് എതിരെ നടത്തുന്ന സമരം തന്നെയാണ്. അതിനുവേണ്ടി പോരാടാൻ എല്ലാവരും ജീവത്യാഗം ചെയ്തിട്ടാണ് അവിടെ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഇങ്ങനെയുള്ള വാണങ്ങള് ഈ മലപ്പുറത്തുനിന്ന് തിരൂരിൽ നിന്നൊക്കെ പോയ വാണങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത വാണങ്ങളാണ്. കേരളത്തിൽ നിന്ന് എല്ലാവരും പോയിട്ടുണ്ട്. വളരെ മലപ്പുറത്തുനിന്ന് മാത്രമല്ല, ഈ മലപ്പുറത്തുള്ളത് തന്നെ കൊണ്ടോട്ടിയിൽ നിന്നും മലപ്പുറത്തുള്ളവർ മാത്രം എനിക്കറിയുള്ളൂ. കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ പോയിട്ടുണ്ട്. ഈ സമരം വിജയിപ്പിക്കുക, നിങ്ങളുടെ ഈ വർഗീയത അവസാനിപ്പിക്കുക, നിങ്ങളുടെ ഈ ദുർഭരണം അവസാനിക്കുക, നിങ്ങളുടെ ഈ തീവ്രവാദം അവസാനിപ്പിക്കുക എന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള എല്ലാ ദിക്കുന്നും ആ മനുഷ്യർ എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു പാർട്ടിയോ ഒരു ഇതില്ല, എല്ലാ മനുഷ്യരായിപ്പെട്ട എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് വിദ്യാർത്ഥി സമരം വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥികൾ അല്ലാത്തവരും ഉണ്ട്. മുമ്പ് വിദ്യാർത്ഥികളാണല്ലോ എല്ലാവരും അവിടെ എത്തുന്നുണ്ട്. അല്ല വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത നിങ്ങളെപ്പോലുള്ള ചാണകങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജനങ്ങളെയും മനുഷ്യരെയും തിരിച്ചറിയാത്ത വെറും ചാണക സംഖ്യയാണ്. കാശ് മേടിച്ചിരുന്ന് തളച്ചിലക്കാതെ വേറെ എന്തെങ്കിലും പണികൾ പോയി ചെയ്യാൻ നോക്കി. അല്ല